എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന മത്തി തോരൻ അല്ലെങ്കിൽ മത്തി പീര, അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ, അതായത് പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ പഴയ കുടിയേറ്റക്കാരുടെ ഇടയിൽ വളരെ സുപ്രസിദ്ധമായിരുന്ന ഒരു രീതിയാണ്. ആ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, നമ്മളിതിൽ ഉപയോഗിക്കുന്ന പുളി വാളംപുളിയോ കുടംപുളിയോ അല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ശീമപ്പുളി എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന പുളിയാണ്. വിദേശത്തുള്ളവർക്ക് നമുക്ക് ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഇത് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് വീണ്ടും ഉപയോഗിച്ച് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് മടന്തയില. ഇലകളിൽ സുപ്രധാന ഇലകളിലൊന്നായ മടന്തയില, അത് കാട്ടുചേമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെ കാണുന്ന വളരെ ചെറിയ ഇല, ചേമ്പിൻ്റെ ഇലയായിട്ട് കാണുന്ന, അതിന് ഒരു നാമ്പ് തളിരിലയുണ്ട്, ഇങ്ങനെ നീളത്തിൽ ചുരുണ്ടിരിക്കുന്നത്. ആ ഇല പറിച്ചെടുത്ത് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് അത് നമ്മൾ കെട്ടിയെടുത്ത്, പഴമക്കാർ നല്ലതായിട്ട് ചെയ്യുന്നതാണ്. പഴയ അപ്പച്ചന്മാരുള്ള വീടുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ക്ലിയറായിട്ട് കാണിച്ചു തരും മടന്ത ഏതാണെന്ന്. അത് കാട്ടുചേമ്പ് ആവരുത്, മടന്ത തന്നെയാവണം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസും അതിൻ്റെ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇല അറിയാൻ പറ്റാത്തവർക്ക് ആ ഇല നമുക്ക് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് വേണ്ടുന്നത്, നമുക്ക് 1 കിലോ മത്തിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് നല്ല കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായി ഞാൻ ഒരു അരമുറി തേങ്ങ നല്ല ഒരു മൺചട്ടി കഴുകി അതിലേക്ക് മാറ്റുന്നുണ്ട്. അരമുറി തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, എരിയില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത്. എരിയുള്ളവർ, മുളക് കയ്യിലുള്ളവർ അപ്പോൾ അതിനനുസരിച്ച് അത് കുറയ്ക്കണം. അല്ല കാന്താരിയാണ് ഇതിന് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ ബെറ്ററാണ്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കാന്താരിയാകുമ്പം കുട്ടികൾ കഴിക്കാനുള്ളൊരു പ്രയാസം, അതുകൊണ്ടാണ് ഞാൻ കാന്താരിയല്ലാതെ പച്ചമുളക് ഉപയോഗിച്ചിരിക്കുന്നത്. കാന്താരി കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി, ഒരു 7-8 ചുവന്നുള്ളിയും ഒരു 8 കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നല്ലതായിട്ട് ചതച്ച് നമുക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെവിടി അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എലുമ്പം പുളി നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അത് കൈ കൊണ്ടൊന്ന് നിരത്തി അതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് ഇളക്കുന്നത് നമ്മൾ സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കുന്നത്. അതൊന്ന് വലിയ മിക്സൊന്നും വേണ്ട. നമ്മൾ അടിയിലിട്ടിരിക്കുന്ന തേങ്ങ അതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് മീനിലേക്കൊക്കെ ഒന്ന് കയറണം. അതിന് വേണ്ടിയിട്ടുള്ള വളരെ ചെറിയൊരു ഇളക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റാം. നമ്മൾ അടുപ്പിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ അരപ്പെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കണം. നമ്മൾ അരപ്പെടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് കാലങ്ങളിൽ അരകല്ലിൽ അരച്ചെടുക്കുമ്പോൾ അതിൽ നമ്മളത് അരകല്ല് ലാസ്റ്റ് നമ്മൾ അരപ്പെടുത്തതിന് ശേഷം ഒരു ഫസ്റ്റ് വാഷുണ്ട്, അത് ചെയ്തെടുക്കുന്ന വെള്ളം. അപ്പം നമ്മളിപ്പോൾ മിക്സിയിൽ അടിക്കുന്നതെങ്കിൽ ആ മിക്സിയിൽ നമ്മൾ ബാക്കിയുള്ള അരപ്പെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്ന അത്രയും വെള്ളം മതി. ഒരു ശകലം വെള്ളം, ഒരു മീനൊന്ന് നികപ്പ് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന മെത്തേഡെല്ലാം സ്റ്റൗവിന് പുറത്താണ്. നമുക്കിനിയും അത് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്ക് മാറ്റി നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു കാരണവശാലും ഇതിൻ്റെ ഇടയിൽ നമ്മൾ തവിയോ സ്പൂണോ ഇട്ട് ഇളക്കല്ല്, മീൻ പൊടിഞ്ഞു പോകും. നമുക്ക് പിന്നെ മീൻ്റെ മുള്ള് മാത്രമേ ഇതിൽ ലഭിക്കുകയുള്ളൂ. മത്തിയാണ് വളരെ പെട്ടെന്ന് കുക്കാകുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മടന്തയോട് ഇട്ടിരിക്കുന്നത് കൊണ്ടും നമുക്ക് ഇതിൽ പുളി നമ്മൾ കുടംപുളി അല്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊരു പരുവത്തിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, നല്ല ചക്കിലാട്ടിയ നാടൻ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് അടിയിലൊരല്പം വെള്ളം നിൽക്കണം, അതാണ് അതിൻ്റെ രുചി. നമ്മൾ തീരെ വറ്റിച്ചെടുക്കരുത്. തീരെ വറ്റിച്ചല്ല നമ്മൾ എടുക്കുന്നത്, ഒരല്പം ചാറ് അതിനടിയിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കണം.
അത് എടുത്തതിന് ശേഷം അത് നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും അല്ലെങ്കിൽ ചെണ്ടമുറിയനും ഒക്കെ ചേർത്ത് നമ്മളങ്ങോട്ട് കഴിക്കുക. ഇത് പഴമക്കാരുടെ ആഹാര രീതിയായിരുന്നു. പഴമക്കാരുടെ ആഹാര രീതി നമ്മൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടും. കാരണം അവരുടെ ആയുസ്സും ആരോഗ്യവും നമ്മൾക്കറിയാം. അവരവരുടെ ആരോഗ്യമൊക്കെ നിലനിർത്തിയിരുന്നത് ഈ രീതിയിലുള്ള ഭക്ഷണത്തിൽ കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും നല്ല നല്ല വീഡിയോസും ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല നാട്ടറിവുകളും നല്ല യാത്രകളുമായി വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ലിജു.